ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ഹിന്ദുമത ഗ്രന്ഥങ്ങളിലൊക്കെ പറയാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാൾക്കൊരു ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ആഗ്രഹത്തിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും ഇല്ലാതെ പറ്റുമോ? അല്ലാത്തുള്ളവരുടെ ജീവിതം പരാജയമായി പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇന്നത്തെ കാലത്ത് ഈ ചോദ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും ശുഭ പറഞ്ഞ പോലെ പലരും പറയും ആഗ്രഹമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശാപം. ആഗ്രഹമില്ലാതെ ജീവിച്ചാൽ, യഥാർത്ഥത്തിൽ ആഗ്രഹമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ജീവിക്കേണ്ട തന്നെ ആവശ്യമില്ല. കാരണം ഒരാഗ്രഹമില്ലാതെ നമുക്ക് ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊരു ഭാരം മാത്രമാണ് നമ്മൾ. മറ്റുള്ളവർ നമുക്ക് ഭക്ഷണം തന്നോളും, എനിക്ക് ആഗ്രഹമൊന്നുമില്ല, ഭക്ഷണം തന്നോളും, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയാൽ മതി, നമുക്കപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സുഖമായിട്ട് ജീവിക്കാൻ, അതായത് ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു ആഗ്രഹമില്ല, എങ്ങനെ എവിടെയും കിടക്കാം, കിട്ടുന്ന ഭക്ഷണം കഴിക്കാം എന്ന് ജീവിച്ചാൽ, അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം, സമൂഹത്തിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് ഗുണം എന്നൊരു ചോദ്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ സമൂഹത്തിൽ ഒരു വലിയ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം AI ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ ജോലികളിലും ഇന്ന് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഒരു ഓഫീസിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലിക്ക് അപ്പുറത്തേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെയോ സെക്രട്ടറിയുടെയോ ജോലി വരെ, അതല്ലെങ്കിൽ ഒരു IT കമ്പനിയിൽ ഒരു കോഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ആവശ്യമുള്ള എല്ലാവരുടെയും ജോലികളൊക്കെ ഇന്ന് AI ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരു വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു വർഷത്തിലേക്ക് മാറിയപ്പോൾ പഴയ രീതിയിൽ പോയിരുന്ന പലർക്കും ജോലി നഷ്ടപ്പെടുന്നു. അതായത് ഓരോ ദിവസവും നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഒരാൾ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യത, നിങ്ങൾക്ക് AI-ക്കാരും കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് സ്വാഭാവികമായിട്ടും ഇനി ഇൻ്റർവ്യൂകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം. എന്താണ് ശരിക്കും AI-ക്കാരും കൂടുതൽ മനുഷ്യന് ചെയ്യാൻ കഴിയുക? AI-ക്ക് കഴിയാത്ത എന്ത് സാധനമായിരിക്കും? ആഗ്രഹം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമുക്ക് മാത്രമേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്ത് വേണമെന്ന് ആഗ്രഹിക്കാൻ എനിക്കേ പറ്റുള്ളൂ. എനിക്ക് പകരം എനിക്കെന്ത് വേണമെന്ന് ആഗ്രഹിക്കാൻ എൻ്റെ പാരൻസിന് ചിലപ്പോൾ പറ്റിയേക്കാം, മോഹം തോന്നിക്കാം. അതും അവരുടെ ഒരു കാഴ്ചപ്പാടുള്ള ആഗ്രഹം അവർക്ക് വേണ്ടിയാണ്. കാരണം പാരൻസ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകന് വേണ്ടി ഞാൻ ആലോചിക്കുന്നതും എനിക്ക് വേണ്ടിയാണ്. കാരണം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി എൻ്റെ മകൻ എന്താവണം, അവിടെയും എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികൾക്കുള്ള ആഗ്രഹമാണ് മുമ്പോട്ട് പോവുക. നമ്മളൊരു ആഗ്രഹത്തിൻ്റെ രീതിയെ, എനിക്ക് ഇന്ന കാര്യം ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊരു ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ആ ആവശ്യത്തെ ഞാൻ AI-യോട് പറഞ്ഞ് ഞാൻ എങ്ങനെ നടത്താൻ പറ്റും? അപ്പോൾ ആഗ്രഹിക്കുക എന്നുള്ളത് AI-ക്കല്ല, ഒരു നവീന ചിന്തയ്ക്കും കഴിയില്ല. അത് മനുഷ്യന് മാത്രം, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ മനുഷ്യന് മാത്രമായിട്ട്, പക്ഷേ എല്ലാ ജീവജാലങ്ങൾക്ക് പോലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടോ എന്ന് സംശയമാണ്. മനുഷ്യന് മാത്രം ഈശ്വരൻ നൽകിയിട്ടുള്ള ഒരു കഴിവാണ്. അങ്ങനെയുള്ളൊരു ആഗ്രഹമാണ് ഏറ്റവും വലിയ ദൂഷ്യമെന്ന് ആര് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു ആശ്രമത്തിലെ ഒരു സന്യാസിയായിരിക്കുന്ന ആൾ, അയാൾക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരാഗ്രഹങ്ങളും ഇല്ല എങ്കിൽ എന്തിനാണ് ഇത്രയധികം സൗകര്യങ്ങളവിടെ? എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷേ വേറെ മറ്റുള്ളവർക്ക് ഈ ഒരു സംവിധാനത്തിനെ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. അവിടെയും ഒരു ആഗ്രഹം എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഉണ്ടല്ലോ. ഒരു ആഗ്രഹത്തെ ബേസ് ചെയ്തിട്ടാണ് ആ സന്യാസി പോലും അവിടെ നിൽക്കുക, മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി അവിടെ പ്രസൻറ്റ് ചെയ്യുന്നൊരവസ്ഥ. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ എന്തിനാണ് ഇത്രയധികം സംവിധാനങ്ങൾ? അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അതിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ഏത് ഭാഗത്താണ് ഒരു ആഗ്രഹം ഉണ്ടാവുക, ആ ആഗ്രഹത്തിന് മാത്രമേ നമുക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമേ പ്രവർത്തിക്കാനോ കഴിയൂ. വേറൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല. ഒരാൾക്കും ആഗ്രഹമില്ല എങ്കിൽ ഇവിടെ ആർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക? ഒരു വിവാഹം നടത്തുന്നു, എൻ്റെ മകൻ്റെ വിവാഹം 10,000 പേരെ വിളിച്ചു വരുത്തി 7 കോഴ്സായിട്ട് ഗംഭീരമായി നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമല്ലേ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അവിടെ പന്തൽ പണിയുന്നവർക്കും കാറ്ററിങ്ങുകാർക്കും അവിടെ വിളമ്പുന്നവർക്കും കുറിയടിക്കുന്നവർക്കും ഒക്കെ അവസരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തി എത്ര ആളുകൾക്ക് അവിടെ ഗുണമുണ്ടാവുന്നുണ്ട്. നേരെ തിരിച്ച് ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ എന്നെക്കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാവുക? അപ്പോൾ ഈശ്വരൻ പോലും ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരെ ആഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ആഗ്രഹമില്ലാതെ
ആഗ്രഹങ്ങളെ മോഹങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള മോഹങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാവുന്ന ആഗ്രഹങ്ങൾ തന്നെയാണ്, മോഹങ്ങൾ തന്നെയാണ്. നമ്മൾ കൂടുതൽ മോഹിക്കുമ്പോൾ കൂടുതൽ നമ്മൾ പ്രവർത്തിക്കും. നമുക്ക് ആഗ്രഹങ്ങൾ ഒഴിവായാൽ എനിക്കിതൊക്കെ മതി എന്ന് തോന്നുന്നു, അന്ന് മുതൽ നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? പലരും റിട്ടയർമെൻറ്റ് എന്നുള്ള പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചറിയാം, ഞാൻ 60 വർഷമായി ഞാൻ പണിയെടുക്കുന്നു, എനിക്കിപ്പോൾ അത്യാവശ്യമുണ്ട്, എനിക്ക് പെൻഷന് കിട്ടുന്നുണ്ട്, ഞാൻ ഭയങ്കര ഞാൻ ഇടയ്ക്ക് യാത്രയൊക്കെ പോയി ഞാൻ ഇങ്ങനെ കൊള്ളാം, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു കോൺട്രിബ്യൂഷനും ഇല്ല എങ്കിൽ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾക്ക് പോലും പ്രസക്തി ഇല്ലാതെയാവില്ല. അവിടെ അതിന് കുറേ പണം ലഭിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ഒരു ജീവിതമായിട്ട് മാത്രം മാറുന്നു. പക്ഷേ അത് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാതെ ആകുമ്പോൾ നമ്മുടെ വാല്യൂ എന്തുമാത്രം കുറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആഗ്രഹിക്കാൻ കഴിയണം, നമ്മുടെ ആഗ്രഹം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവാനും കഴിയണം. ഹരി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സന്യാസിക്കാണെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹമില്ലെങ്കിൽ പഴയതുപോലെ എവിടെയെങ്കിലും കാട്ടിലോ കുടിലോ ഒക്കെ പോയി താമസിച്ചാൽ മതി. ആശ്രമങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ കാണിക്കുക വെഞ്ചി വയ്ക്കുകയും പിന്നെ അതിനുള്ള ഏർപ്പാടുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ മക്കൾ, ജോലി, പദവി, പ്രശസ്തി ഇതൊക്കെ ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ അയാളുടെ ജീവിതം വളരെ ഒരു നിറമില്ലാത്തൊരു ജീവിതമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ആഗ്രഹങ്ങളെയാണോ അത്യാഗ്രഹങ്ങളെയാണോ? ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളുണ്ട്. കാരണം അത്യാഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങളല്ല, മറ്റുള്ളവരെ കണ്ടിട്ട് ഞാൻ അതുപോലെ ആവാൻ വേണ്ടി വിചാരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രാൻഡ് പലപ്പോഴും ഒരു അത്യാഗ്രഹമായി മാറുന്നുണ്ടാവും. അതായത് മറ്റു പലരും ഇത്ര കോടിയുടെ വണ്ടി വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഞാൻ അതും ഉപയോഗിച്ചില്ല എങ്കിൽ ഞാൻ വലുതാവില്ലല്ലോ എന്ന തോന്നൽ എനിക്ക് വരാം. എനിക്ക് എത്താവുന്ന സ്റ്റെപ്പ്, അതായത് ഞാൻ നിൽക്കുന്നത് 2ാമത്തെ സ്റ്റെപ്പിലാണ്, 100ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാളെ കണ്ടിട്ട് ഞാനിവിടെ നിന്ന് 100ാമത്തെ സ്റ്റെപ്പിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്ന പോലെയാണത്. കാരണം അതൊരു അത്യാഗ്രഹമാണ്. കാരണം എൻ്റെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് എവിടെ വരെ പോവാം, ആ സ്റ്റെപ്പിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്ത. നമുക്ക് ബാധ്യതകൾ ഉണ്ടാവണം. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബാധ്യതകളാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഘടകം. ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങളാവാം, നമ്മുടെ കുടുംബമാവാം, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണാവാം. ഏതൊരു ബാധ്യതകൾ വരുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തോന്നുക. ആ ബാധ്യതകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തിക്ക് സപ്പോർട്ടീവ് ആണ് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാവും, അതിനെ നമ്മൾ തീർക്കാൻ നോക്കും. പക്ഷേ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അതുപോലെ നമ്മൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രവൃത്തിയും ആ ഒരു ലക്ഷ്യവും നമ്മൾ ഒരിക്കലും മാച്ച് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വരും. എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ച് ഞാൻ ചാടിയെടുക്കുന്നു, മറ്റേ ആൾ അയലകത്തെ ഇന്നയാൾ ചെയ്തത്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരൻ ചെയ്യുന്നത് കണ്ടിട്ട് അതേപടി ഞാനിവിടെ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. ആ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആദ്യവും അവസാനം തമ്മിൽ കണക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അത്യാഗ്രഹം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളല്ല, അത് വേറൊരാളുടെ ചിന്തകളെ കണ്ടിട്ട് അതുപോലെ ആവാൻ ശ്രമിക്കുന്ന ഒരു കാപട്യമാണ്. എൻ്റെ യഥാർത്ഥത്തിലുള്ള കഴിവ് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചിന്തിക്കുന്ന ആഗ്രഹമല്ല. അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതല്ലേ, വെറുതെ സ്വപ്നം കാണുക എന്നുള്ളതല്ല, ആ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. നമ്മുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാഗ്രഹം സ്വാഭാവികമാണ്. കാരണം എൻ്റെ വില എന്താണ്, എൻ്റെ കഴിവെന്താണെന്ന് എനിക്കറിയില്ല. ഇയാൾക്ക് അങ്ങനെ അവിടെ ഇരിക്കാമെങ്കിൽ എനിക്കുമായി കൂടെ എന്ന് വിചാരിച്ച് ഞാൻ കൂടിയ വിലയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കൂടിയ വിലയുള്ള വാഹനം വാങ്ങി ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നിലനിൽക്കുന്നതല്ല. സ്വാഭാവികമായിട്ടും അവിടെ നിന്നൊരു വീഴ്ച അത് താങ്ങാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പിന്നെ അതിൽ നിന്ന് കരകയറാൻ പോലും ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പോഴാണ് എനിക്ക് മറ്റൊരു ചോദ്യം തോന്നുന്നത്, ഇപ്പം നമ്മൾ കുട്ടികളെ എന്താണ് പഠിപ്പിക്കേണ്ടത്? ആഗ്രഹിക്കാനും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കാനും ആണല്ലോ നമ്മൾ ഉപദേശിക്കേണ്ടത്. അതല്ലാതെ ആഗ്രഹങ്ങൾ ദുഃഖത്തിന് കാരണമാകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ ആഗ്രഹിക്കാൻ ശീലിപ്പിക്കാതിരുന്നാൽ അവരുടെ ഭാവി അവതാളത്തിലായി മാറാൻ സാധ്യതയില്ല. കാരണം അവരാഗ്രഹിച്ചാൽ മാത്രമേ നല്ല മാർക്ക് നേടാനും നന്നായി പഠിക്കാനും അല്ലെങ്കിൽ ഒരു ജോലി നേടാനും സാധാരണ ജീവിതത്തിൽ ആവശ്യമായ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കാനും സാധിക്കുകയുള്ളൂ.
എന്ത് തോന്നുന്നു ഹരിക്ക്? കുട്ടികളെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആഗ്രഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. ആഗ്രഹങ്ങൾ നേടാൻ അല്ലെങ്കിൽ നേടുന്നതിൻ്റെ സന്തോഷം അവരെ മനസ്സിലാക്കിക്കാൻ കൂടെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വളരെയധികം മുമ്പോട്ട് വന്നു. കഴിഞ്ഞൊരു 40 വർഷം കൊണ്ട് വലിയ വേറൊരു പഴയ ലോകത്തിൽ നിന്ന് ഒരു 40 വർഷം കൊണ്ട് ഭൂമി മുഴുവൻ മാറിയത്, അല്ലെങ്കിൽ നമ്മുടെ കേരളം മാറിയതൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരവസ്ഥയാണ്. അന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയും നമ്മൾ ചിന്തിക്കാൻ കഴിയില്ല. അന്നത്തെ കുട്ടികളും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഇന്ന് നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുക പോലും ഇല്ലാത്ത അത്രയധികം വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ആഗ്രഹങ്ങൾ, നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നമുക്ക് മിഠായി മേടിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് വേറൊരു തരത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ വരും. കാരണം അന്ന് സൈക്കിൾ എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇന്ന് ഏറ്റവും കുറഞ്ഞതൊരു ബൈക്കെങ്കിലും വേണം. അതിനപ്പുറത്തേക്ക് വലിയ മോഹങ്ങൾ അവർക്കുണ്ടാവാം. അവർക്ക് മറ്റുള്ള കൂട്ടുകാരുടെ അനുസരിച്ച് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവാം. ഇതിനെ മാത്രമാണ് അവർ ആഗ്രഹമായിട്ട് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ കുട്ടികളെ നമ്മൾ ആഗ്രഹിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കാം? അവർക്ക് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യൂ, നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നീ ആഗ്രഹിച്ച് നോക്കൂ, അത് നേടിയാൽ നിനക്ക് ഇന്ന സംഭവം കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് അവർ മോഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചില കണ്ടീഷണലായിട്ട് നമുക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോയാൽ, ഇന്ന പോലെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കിട്ടുന്ന റിട്ടേൺസിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കിച്ച് കൊടുത്തിട്ട് ആഗ്രഹിക്കാൻ പഠിപ്പിച്ചാൽ അവിടെ ഒരു സ്ഥിരത ഉണ്ടാവും. നാളെ ഭാവിയിൽ ഈ ഭൂമിയിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ആ കോൺട്രിബ്യൂഷനിൽ നിന്നും ഏൺ ചെയ്യാനും അവരെ പഠിപ്പിക്കുന്ന ഒരു തരമുണ്ടായാൽ ആഗ്രഹത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നേരെ തിരിച്ച് ഇവരെ വലിയ വലിയ പാർട്ടികളിലും ബാക്കിയുള്ളവരും കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ വലിപ്പം കാണിച്ചു കൊടുക്കുന്നത് മാത്രമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ എത്തിപ്പെട്ടത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ബുദ്ധിമുട്ടാണ് എന്ന് ഈ കുട്ടികൾ ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആരംഭിക്കേണ്ടത് ഇത്രയാണ് എന്നവർക്കറിയാം. ഈ തലത്തിൽ നിന്ന് എനിക്ക് ആരംഭിക്കണം, പക്ഷേ എവിടെ പോയി നിൽക്കും, അതിനുശേഷം അവർക്ക് എന്തുമാത്രം ഗ്രോ ചെയ്യാൻ കഴിയും എന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പുതിയ തലമുറയിലുള്ള ഒരുപാട്, ഞാൻ പൂർണ്ണമായിട്ടൊന്നുമില്ല, ഒരു 20%, 25% വളരെ നന്നായിട്ട് വളരുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു തലമുറയിൽ ആദ്യത്തെ ഒരു വിദ്യാഭ്യാസത്തിന് ശേഷം, വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഡിഗ്രി കഴിഞ്ഞ് അവർക്ക് ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ആരംഭിക്കുന്ന ഒരു ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് അവർ പോകുമ്പോൾ അവർ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് അവർ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും അധികം മുകളിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ലാതെ സ്ട്രക്കാവുന്ന. കാരണം ആ ഒരു ജീവിതം കൊണ്ട്, ആ ഒരു സംവിധാനം കൊണ്ട് അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയാൽ പിന്നെ അവിടെ ഒരു സെറ്റിൽമെൻറ്റ്, ആ ഒരു ജോലിയിൽ തന്നെ സെറ്റിൽ ചെയ്ത് പോകുന്ന പുതിയ ആഗ്രഹങ്ങളിലേക്ക് അധികം പോവാതെ വീണ്ടും വളരെ പെട്ടെന്ന് പഴയ കാലത്തെ ആളുകളിൽ നിന്നും വളരെ പെട്ടെന്ന് ആഗ്രഹങ്ങളുടെ കൊമ്പൊടിഞ്ഞ് ജീവിതത്തിൽ ഒരു 30 വയസ്സാകുമ്പോഴേക്കും സെറ്റിൽ ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഇന്ന് വളരെയധികം കാണുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, കൂടുതൽ വലിയ ആഗ്രഹങ്ങളിലേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലും പ്രായത്തിലും പ്രായമായവരെ പോലെ അവരുടെ ചിന്തയെ ഇത് ചെയ്ത് അവരന്ന് ചെയ്യുന്ന ജോലിയിലേക്ക് അവർ തൃപ്തിയായി അവരുടെ കുടുംബജീവിതത്തിലും അവരുടെ ലൈഫിൻ്റെ എൻജോയ്മെൻറ്റിലും മാത്രമായിട്ട് അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനപ്പുറേക്ക് കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു പാർട്ടിലേക്ക് ചിന്തിക്കാതെ ആഗ്രഹങ്ങളിലെ ആ ഒരു സ്റ്റേജിൽ വെച്ച് കട്ട് ഓഫ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. ഇതിലേക്ക് മാറ്റം സ്വാഭാവികമായിട്ടും വന്നേ വരുള്ളൂ. ആ മാറ്റങ്ങൾ വരാതെ വരുമ്പോൾ ഈ ലോകത്തുണ്ടായിരിക്കുന്ന ഒരു ടെക്നോളജിക്കൽ ചേഞ്ചോ അല്ലെങ്കിൽ ലോകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളോ ഒരുപക്ഷെ നാളെ ഇവരെ എഫക്റ്റ് ചെയ്യുന്നത് വളരെ ഭീകരമായിട്ടായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഒരു കുത്തൊഴുക്ക്, ഒരു വെള്ളപ്പൊക്കം പോലെ ഒരു സംഭവം വരുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ഇവർക്ക് പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരത്തിന് വേണ്ടി അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാതെ ഒഴുകിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരിടത്ത് പോയി സ്ട്രക്കാവാതെ വീണ്ടും വീണ്ടും ആഗ്രഹിച്ച് പോകുന്നവർ തീർച്ചയായിട്ടും ഫ്ലോട്ട് ചെയ്യും. നേരെ തിരിച്ച് ഒരിടത്ത് സ്ട്രക്കായാൽ തീർച്ചയായിട്ടും അവരവിടെ ഒരു പ്രശ്നം വരുമ്പോൾ, കാരണം തീർച്ചയായിട്ടും ഭൂമി ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഉരുളുന്ന പോലെ ഇന്ന് നല്ലതാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നങ്ങൾ വരാം, ഒരു ഇരുട്ട് തീർച്ചയായിട്ടും വരാം, വീണ്ടും ഒരു വെളിച്ചം അവിടെ ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് അടുത്ത സാഹചര്യത്തിലേക്ക് മാറാനുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മളിലുണ്ടാവുക, അനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, അതുതന്നെയാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ശരിയായിട്ട് ഇത്രയും ചർച്ച ചെയ്തപ്പോൾ തോന്നിയ സ്വാഭാവികമായൊരു സംശയമാണ്, നമ്മൾ കുട്ടികളെ ആഗ്രഹിക്കാൻ മാത്രമല്ല എങ്ങനെ ആഗ്രഹിക്കണമെന്നുകൂടെ പഠിപ്പിക്കണമെന്ന് തോന്നുന്നല്ലേ?
തീർച്ചയായിട്ടും ആഗ്രഹിക്കുക. നീ എന്ത് വേണേ ആഗ്രഹിച്ചോ, ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്നത് ആഗ്രഹമല്ല. നീ ആഗ്രഹിക്കുകയും വേണം, അതിനാവശ്യമുള്ള വഴി നീ തന്നെ കണ്ടുപിടിക്കുകയും വേണം. എന്നവരെ നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ ആഗ്രഹങ്ങൾ എന്നുള്ളത് അത്യാഗ്രഹങ്ങളായി മാറും. കാരണം എത്ര കിട്ടിയാലും തൃപ്തിയാവില്ല. കാരണം നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും എല്ലാവരും എപ്പോഴും കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെപ്പറ്റി ഒരിക്കലും ബോധറാവില്ല. ഞാൻ തന്നെ പ്രയത്നിച്ച്, ഞാൻ തന്നെ അതിനുള്ള മാർഗം കണ്ടുപിടിച്ച്, ഞാൻ തന്നെ അത് നേടുമ്പോഴാണ് എനിക്കതിൽ തൃപ്തി ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത തലമുറ കുട്ടികളെ നമ്മൾ പഠിക്കേണ്ടത്. അവരാഗ്രഹിക്കുകയും വേണം, അതിനുള്ള വഴി കണ്ടുപിടിക്കുകയും വേണം. നീ പണിയെടുക്കുക, നീ ചെയ്യുക, നീ ജീവിക്കുക. അപ്പോൾ അവൻ്റെ ആഗ്രഹം അവന് തന്നെ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അവനെ വളർത്തിയെടുക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.